നമ്മുടെ വീട്ടിൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട സ്ഥലം അടുക്കളയാണ്. ആ അടുക്കളയിൽ നമ്മിൽ നിന്ന് അറിയാതെ വരുന്ന ഒരുപാട് തെറ്റുകൾ കാരണമായിക്കൊണ്ട് നമ്മുടെ വീട്ടിലെ ഐശ്വര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകുന്നു. ഈ കാര്യങ്ങൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നാം വളരെ പണം ചെലവഴിച്ചുകൊണ്ട് സുഖ സൗകര്യങ്ങളോട് കൂടി ഉണ്ടാക്കിയ നമ്മുടെ ഭവനം, നമ്മുടെ വീട്, നമ്മുടെ സ്വപ്നമാണ് നമ്മുടെ വീട്. ആ വീട്ടില് ബറക്കത്തില്ലാതാവുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. വീട്ടിലെപ്പോഴും ബറക്കത്തുണ്ടായിരിക്കണം, പ്രത്യേകിച്ച് നമ്മുടെ അടുക്കള. സ്ത്രീകൾ അടുക്കള കൈകാര്യം ചെയ്യുന്നവരുണ്ട്, പുരുഷന്മാരും അടുക്കള കൈകാര്യം ചെയ്യുന്നവരുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ചു കാര്യങ്ങളാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇനി ഞാൻ വലിയ വീട്ടിലൊന്നുമല്ല താമസിക്കുന്നത്, എൻ്റെ സ്വന്തം വീട്ടിലൊന്നുമല്ല താമസിക്കുന്നത്, വാടകയ്ക്കുള്ള വീട്ടിലാണ് താമസിക്കുന്നത് എന്ന് പറയുന്നവരാണെങ്കിലും ആ താമസിക്കുന്ന ഇടം നമുക്ക് ബറക്കത്തുള്ളതായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും നമ്മളിൽ നിന്ന് അറിയാതെ സംഭവിച്ചു പോകുന്ന, അശ്രദ്ധയിൽ സംഭവിച്ചു പോകുന്ന കാര്യങ്ങളെ കൊണ്ട് തന്നെ നമ്മുടെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും. ഉദാഹരണത്തിന് ഒന്നാമതായി പറയട്ടെ, നമ്മുടെ വീട്ടില് അടുക്കളയിൽ ജോലി ചെയ്യുന്നത് 90% സ്ത്രീകളായിരിക്കുമല്ലോ. അവരെന്തു ചെയ്യും? റാക്കിൽ അടുക്കി വെച്ചിട്ടുള്ള ആ പാത്രത്തിൽ നിന്ന് ഒരു പാത്രം എടുക്കും. അവർ ധരിച്ച ആ മാക്സിയുടെ തല കൊണ്ട് ആ പാത്രം അങ്ങ് തുടക്കും. അഴുക്കുണ്ടോ എന്ന് ആദ്യം ഒന്ന് നോക്കും. അഴുക്കൊന്നുമില്ല, ചെറിയ വെള്ളത്തുള്ളികൾ തെറിച്ചിട്ടുണ്ട്. അത് അവരുടെ ആ തലയിലുള്ള ഷാളിന്റെ തല കൊണ്ടൊന്ന് തുടക്കും. അതല്ലെങ്കിൽ മാക്സിയുടെ ആ തല കൊണ്ടൊന്ന് തുടക്കും. ജുൽദാറിന്റെ ടോപ്പ് കൊണ്ടൊന്ന് തുടക്കും. ഇങ്ങനെ ചെയ്യുന്നവരില്ലേ? ഉണ്ട്. അത് നിങ്ങളുടെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി തീരും. ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. നാം ഉപയോഗിക്കുന്ന അടുക്കളയിലുള്ള നമ്മുടെ പാത്രങ്ങൾ നാം ധരിച്ച വസ്ത്രങ്ങൾ കൊണ്ട് തുടക്കാതിരിക്കുക. തുടക്കാൻ വേണ്ടി പ്രത്യേകം ഒരു ശീല എടുത്തു കൊണ്ടുവന്ന് അതെടുത്തുകൊണ്ട് തുടക്കുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. നാം ധരിച്ച വസ്ത്രം കൊണ്ട് നാം പാത്രങ്ങൾ തുടക്കുക. ഇത് ബറക്കത്ത് നഷ്ടപ്പെടും, ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകാൻ കാരണമായി തീരുന്ന ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തത്, നാം ശ്രദ്ധിക്കാതെ, ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കാതെ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് വലിയ ഉള്ളി, സവാള, അതേപോലെ തന്നെ ചെറിയ ഉള്ളി. ഈ രണ്ട് ഉള്ളിയുടെയും തൊലി ആരും ഉപയോഗിക്കാറില്ല. അപ്പോൾ സ്ത്രീകളിൽ നിന്ന് അധിക ആളുകളും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ആ തൊലിയെല്ലാം എടുത്തിട്ട് നേരെ അടുപ്പിലേക്ക് അങ്ങോട്ട് കളയും. അടുപ്പിലങ്ങിട്ട് കരിച്ചു കളയാൻ കനം കുറഞ്ഞൊരു വസ്തു ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീ തട്ടിയാൽ തന്നെ കരിഞ്ഞു പോകും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഉള്ളിത്തോരി കരിച്ചു കളയാൻ പാടില്ല. അത് നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ള ചെടിയുടെ മുരട്ടിലൊക്കെ ഇട്ടുകൊടുത്താൽ ആ ചെടിക്ക് ഒരു വളമായി തീരില്ലേ? ആ ചെടിയിൽ നിന്ന് ആ വളം നാം ഇട്ടുകൊടുത്ത ആ ഉള്ളിത്തോലിയിൽ നിന്ന് അവർക്ക് വളം ലഭിച്ചുകൊണ്ട് ആ ചെടികൾ വലുതാകുന്ന സമയത്ത് അതിന് ശിഖരങ്ങൾ വരുമ്പോൾ, അതിന് നല്ല പോഷകങ്ങൾ കിട്ടുമ്പോൾ അറിയാതെ നമുക്ക് അതിനുള്ള പ്രതിഫലം ലഭിക്കുകയാണ്. അള്ളാഹുവിൽ നിന്ന് നമുക്കതിന് പ്രതിഫലം ലഭിക്കുകയാണ്. ആ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും നാം ഉള്ളിത്തോലി കരിച്ചു കളയരുത്. ഇനി നാം പുറത്ത് വേസ്റ്റ് ഇടാൻ വേണ്ടി ഉണ്ടാക്കിയ സ്ഥലത്ത് കൊണ്ടുപോയി ഇട്ടാലും അടുപ്പിലിട്ടൊരിക്കലും ഉള്ളിത്തോല് കരിച്ചു കളയരുത്. രണ്ട് കാര്യമായി നാം ശ്രദ്ധിക്കേണ്ടത്. ഇനി മൂന്നാമത്തെ കാര്യം, പാത്രങ്ങൾ മൂടി വെക്കാതിരിക്കുക, പാത്രങ്ങൾ തുറന്നിടുക. ഇത് പറയുമ്പോൾ ഭക്ഷണം പാകം ചെയ്തു വെച്ച പാത്രങ്ങളുണ്ടാകും, കറി ഉണ്ടാക്കിയ പാത്രമുണ്ടാകും, ചോറുണ്ടാക്കിയ പാത്രമുണ്ടാകും, മീൻ പൊരിച്ചു വെച്ചതുണ്ടാകും. ഇതിലെല്ലാം സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഭക്ഷണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മറ്റൊരു മൂടി വെച്ചുകൊണ്ട് അതിനെ മൂടി വെക്കും, സ്വാഭാവികമാണ്. അങ്ങനെയും മൂടി വെക്കാത്ത ആളുകളുമുണ്ട്, ശ്രദ്ധിക്കണം. അതിലേക്ക് വല്ല അണുക്കളും വന്ന് ചേർന്ന് കഴിഞ്ഞാൽ
ആ ഭക്ഷണത്തിൽ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോവുകയും അത് വിഷാംശമായി മാറുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭക്ഷണമുള്ള പാത്രം നിർബന്ധമായും നാം മൂടി വെക്കണം. നാം കഴുകി എടുത്തു വെക്കുന്ന പാത്രങ്ങൾ ആ പാത്രം മൂടി വെക്കാൻ വേണ്ടി ശ്രമിക്കണം. അപ്പോൾ ഒരു സംശയമുണ്ടാകും, ഞങ്ങളുടെ വീട്ടിൽ അതിനു മാത്രം മൂടിയില്ലല്ലോ എന്ന് പറയുന്നവരാണെങ്കിൽ ആ പാത്രം ഒന്ന് കമഴ്ത്തി വെക്കണം. അതിനെങ്കിലും നാം സമയം കണ്ടെത്തണം. നമ്മുടെ വീട്ടിലൊക്കെ പാത്രം വെക്കാനുള്ളതായിരിക്കുന്ന ഷോക്കേസുകൾ ഉണ്ടാവും. ഇതിലൊക്കെ വെക്കുന്ന സമയത്ത് പാത്രം കമഴ്ത്തി അടിക്കടിക്ക് വെക്കുകയാണെങ്കിൽ ആ പാത്രം തുറന്നിട്ടുകൊണ്ട് ബറക്കത്ത് നഷ്ടപ്പെടുന്നതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇതെല്ലാം മഹാന്മാര് അവരുടെ കിതാബുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. നാലാമത് ശ്രദ്ധിക്കേണ്ടത് പാത്രം കഴുകാതെ വെക്കുക. ഭക്ഷണം കഴിച്ച പാത്രം കഴുകാതെ വെക്കുക. ഇത് പലപ്പോഴും സ്ത്രീകളിൽ നിന്ന് സംഭവിക്കാറ് രാത്രിയാണ്. എല്ലാ പാത്രവും എടുത്തുകൊണ്ട് നേരെ സിങ്കിലങ്ങ് കൊണ്ടുപോയിട്ടിട്ട് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കഴുകി വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സിങ്കിലിട്ട് പോകുന്ന എത്ര ആളുകളുണ്ട് ഇല്ലേ? ഒരുപാട് ആളുകളുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പാത്രം കഴുകാതെ വെച്ച് കഴിഞ്ഞാൽ ആ പാത്രം ആ വീട്ടുകാരെ ശപിക്കുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാം. മാത്രവുമല്ല, മലക്കുകൾ ആ വീട്ടുകാരെ ശപിച്ചുകൊണ്ടിരിക്കും. മലക്കുകൾ ശപിക്കുന്ന ഒരു വീട്ടിൽ കിടന്നുറങ്ങിയാൽ എന്ത് ബറക്കത്താണ് നമുക്ക് ലഭിക്കുക? നമ്മുടെ മക്കൾ നന്നാവുമോ? പ്രിയപ്പെട്ട ഭർത്താവിന് ജോലിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം കിട്ടുമോ? നമ്മുടെ സമ്പത്ത് ആ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമ്പത്തിന് ബറക്കത്തുണ്ടാവുമോ? അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നാം വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ പാത്രങ്ങൾ രാത്രി തന്നെ കഴുകി വെക്കണം. ഓരോ വീട്ടിലും 5 ആളിൽ കൂടുതലുള്ള വീടുകളൊന്നും ഇന്നത്തെ കാലത്തുണ്ടാവില്ല. എല്ലാവരും ചെറിയ ചെറിയ വീടുകളായി പെട്ടെന്ന് വീട് താമസമാക്കി മാറിപ്പോകുന്ന ഈ കാലഘട്ടത്തില് കുറഞ്ഞ ആളുകൾ മാത്രമേ ഒരു വീട്ടിലുണ്ടാവുകയുള്ളൂ. അവരുടെ പാത്രങ്ങള്, ഭക്ഷണം കഴിച്ച പാത്രം, ഭക്ഷണം ഉണ്ടാക്കിയ പാത്രം, ഇതൊക്കെ രാത്രി തന്നെ അങ്ങ് കഴുകി വെച്ച് കഴിഞ്ഞാൽ എന്തൊരു ഐശ്വര്യമാണ് ആ വീട്ടില്. കിടന്നുറങ്ങാൻ തന്നെ ബറക്കത്തുണ്ടാകും. ആ വീട്ടിൽ കിടന്നുറങ്ങുന്നവർക്ക് ബറക്കത്തുണ്ടാകും. അപ്പോൾ പാത്രം ഒരിക്കലും കഴുകാതെ നാം രാത്രി കിടന്നുറങ്ങരുത്. നിർബന്ധമായും പാത്രം കഴുകുന്ന ഒരു ശീലം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അത് ബറക്കത്താണ്, ആ വീട്ടിന് ഐശ്വര്യമാണ്. അടുത്ത കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വീടിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ സ്ഥലമാണല്ലോ അടുക്കള എന്ന് പറഞ്ഞത്. ആ അടുക്കളയിലെ നിലം അധിക ആളുകളും പെട്ടെന്ന് തന്നെ ക്ലീനാക്കും. കറി തറയിൽ വീണു പോയാലും, ചായ മറിഞ്ഞു പോയാലും, ഇങ്ങനെയുള്ള എന്തെങ്കിലും കുഞ്ഞുങ്ങളെ അടുത്ത് നിന്നൊക്കെ മറിഞ്ഞു പോയാലും ആ കുഞ്ഞുങ്ങളെ കുറച്ചങ്ങ് ചീത്ത പറഞ്ഞിട്ടാണെങ്കിലും സഹോദരിമാര് ആ അടുക്കള ആ നിലം അങ്ങ് തുടച്ചു വൃത്തിയാക്കും. പക്ഷെ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് ആ അടുക്കളയുടെ പല മൂലകളിലും മണ്ണാമ്പില, പല മൂലകളിലും മാറാല പിടിച്ചു കിടക്കുന്നത് കാണാൻ കഴിയും. നമ്മുടെ വീട്ടിലുണ്ടോ എന്ന് ഉമ്മമാര്, സഹോദരിമാരൊന്ന് തല പൊക്കി നോക്കണേ, മാറാല ഉണ്ടോ എന്ന്. അങ്ങനെ മാറാല ഉണ്ടെങ്കിൽ, മണ്ണാമ്പില ഉണ്ടെങ്കിൽ, ചിലന്തി വലയുണ്ടെങ്കിൽ, പല നാട്ടിലും പല പേരുകളും പറയും. ഇങ്ങനെ ആ ചിലന്തി വലയുണ്ടെങ്കിൽ അതിനെ നിർബന്ധമായും നമ്മുടെ വീട്ടിന്റെ അടുക്കളയുടെ മൂലയിൽ നിന്ന് നാം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കണം. ചിലന്തി, വിഷമുള്ള ചിലന്തിയുമുണ്ട്, വിഷമില്ലാത്ത ചിലന്തിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നാം ആ ചിലന്തി വല ഒന്ന് തട്ടി എപ്പോഴും അടുക്കളയുടെ എല്ലാ ചുമരുകളും മൂലകളും ഒക്കെ വൃത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ബറക്കത്തുണ്ടാവാൻ കാരണമായി തീരും. അതുപോലെ തന്നെ വീടിന്റെ ഉള്ളിൽ ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യേണ്ടതാണ്. അത് നാം പ്രത്യേകം മുമ്പും ഓർമ്മപ്പെടുത്തിയതാണ്. അടുത്തത് ശ്രദ്ധിക്കേണ്ടത്, ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കണം നാം ഭക്ഷണം പാകം ചെയ്യേണ്ടത്. നാം അടുപ്പ് കത്തിക്കുന്ന സമയത്ത് തന്നെ ബിസ്മി ചൊല്ലണം. കാരണം തീയുള്ള സ്ഥലത്ത് പിശാചുണ്ടാകുമെന്ന് മുത്തനബി പഠിപ്പിച്ചത് കാണാൻ കഴിയും. അപ്പോൾ നാം അടുക്കളയിൽ ആദ്യമായി ചെന്നുകൊണ്ട് നാം ഗ്യാസാണ് കത്തിക്കുന്നതെങ്കിലും ആ ഗ്യാസ് ഓണാക്കുന്ന സമയത്ത്, തിരിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലിക്കൊണ്ടായിരിക്കണം ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഭക്ഷണം നാം അടുപ്പിലേക്ക് രാവിലെ തന്നെ ചായക്ക് വേണ്ടി വെള്ളം വെക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ബിസ്മി ചൊല്ലിക്കൊണ്ട് ആ ഭക്ഷണത്തിന്റെ ചായയുടെ പാത്രം അങ്ങ് വെക്കുമ്പോൾ എന്തൊരു ബറക്കത്ത! ആ പാത്രത്തിലും ആ ചായയിലും ബറക്കത്തുണ്ടാകും. നാം രാവിലെ
പത്തിരി ഉണ്ടാക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ആഹാരമാണോ ഉണ്ടാക്കുന്നത് അതിനു വേണ്ടി മാവെടുക്കുന്ന സമയത്ത്, അരിയെടുക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി ചൊല്ലിയിട്ടാണ് അതുണ്ടാക്കുന്നതെങ്കിൽ അതിലൊരു വിഷാംശവും ഉണ്ടാവുകയില്ല. ബറക്കത്ത് അതിലേക്ക് അല്ലാഹു തആല ചൊരിഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നാം ഭക്ഷണം വിളമ്പുന്ന സമയത്ത് നാം നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കിയ ചെമ്പിൽ നിന്ന്, പാത്രത്തിൽ നിന്ന് തളികയിലേക്ക് ഭക്ഷണം എടുക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുകൊണ്ട് ആ തളികയിലേക്ക് ഇങ്ങനെ പാത്രത്തിലേക്ക് കോരിയിടണം. അതും ബറക്കത്തുണ്ടാവാൻ കാരണമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് കാണാൻ കഴിയും. ഈ സമയത്ത് ശൈത്വാൻ ബിസ്മി ചൊല്ലാതെ നാം ഭക്ഷണം അതിലേക്ക് എടുത്തു വെക്കുന്ന സമയത്ത് ശൈത്വാനും അതിൽ ഇടപെടാൻ സാധ്യതയുണ്ട് എന്നും മഹാന്മാർ പഠിപ്പിച്ചത് കാണാൻ കഴിയും. പിന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലേണ്ട കാര്യം പറയേണ്ടതില്ലല്ലോ. നിർബന്ധമായി നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അത് ശീലമാക്കിയിരിക്കണം. നിർബന്ധമായ കാര്യമാണ് എന്നല്ല പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായി നാം അത് ശീലിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. ബിസ്മി ഇല്ലാതെ എന്ത് തുടങ്ങിയാലും അതിൽ ബറക്കത്തില്ല എന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബിസ്മി കൊണ്ടായിരിക്കണം നാം എല്ലാ നല്ല കാര്യവും തുടങ്ങുന്നത്. ബിസ്മി കൊണ്ടായിരിക്കണം, അപ്പോഴേ അതിൽ ബറക്കത്തുണ്ടാവുകയുള്ളൂ. അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത്, വീടിന്റെ ഉൾവശത്ത് നിന്നൊക്കെ അടിച്ച് ആ ചപ്പു ചവറുകളൊക്കെ അടിച്ചു കൊണ്ടുവന്ന് അടുക്കളയുടെ ഒരു മൂലയിൽ കൂട്ടിവെക്കും. ഇല്ലേ? പ്രിയപ്പെട്ട ഉമ്മമാര് ചെയ്യാറില്ലേ? സഹോദരിമാര് ചെയ്യാറില്ലേ? അടുക്കളയുടെ ഒരു മൂലയിൽ ഒരു വേസ്റ്റ് കൊട്ടയിൽ ഒന്നായിട്ട് അങ്ങ് കാട്ടം വാരിയിട്ട് നേരെ അടുക്കളയുടെ ഒരു മൂലയുള്ള വേസ്റ്റ് കൊട്ടയിൽ കൊണ്ടുവന്ന് വെക്കും. ഇത് ആ വേസ്റ്റ് കൊട്ട നിറയട്ടെ, എന്നിട്ട് 2-3 ദിവസമൊക്കെ അവിടെ വെച്ച് എന്നിട്ട് ഒന്നിച്ച് കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയി കളയുന്ന ഒരവസ്ഥയുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മുടെ അടുക്കള നമുക്ക് ഭക്ഷണം പാകം ചെയ്യാനുള്ള എപ്പോഴും വൃത്തിയോടുകൂടി സൂക്ഷിക്കേണ്ട സ്ഥലമാണ് നമ്മുടെ അടുക്കള. അതുകൊണ്ട് തന്നെ അടുക്കളയിൽ ചപ്പു ചവറുകൾ മൂലയിൽ കൂട്ടിയിടുക എന്നുള്ളത് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകാൻ കാരണമായിരിക്കും. അപ്പോൾ നാം അടിച്ചുവാരുന്ന കാര്യങ്ങൾ അത് ആ സമയത്ത് തന്നെ പുറത്തു കൊണ്ടുപോയി ഒഴിവാക്കുക. പിന്നീട് എന്തിന് കാത്തുവെക്കണം? അതിൻ്റെ ഒരു ആവശ്യവുമില്ല. അതുകൊണ്ട് ആ സമയത്ത് തന്നെ അതങ്ങ് കൊണ്ടുപോയി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഭക്ഷണം വേസ്റ്റാക്കി കളയുക എന്നുള്ളത്. 5 ആളുകളുള്ള ഒരു വീട്ടിലാണെങ്കിൽ ആ വീട്ടില് 10 ആൾക്കാർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കും. അധിക വീട്ടുകാരും ഉണ്ടാക്കുന്ന സംഗതി, അധിക വീട്ടിലും വരുന്ന ഒരു സംഗതിയാണത്. അങ്ങനെ ഉണ്ടാക്കുന്നതിന് കുഴപ്പമുണ്ട്, അതുകൊണ്ട് പ്രശ്നമാണ് എന്നല്ല പറഞ്ഞത്. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആ ഭക്ഷണം പൂർണ്ണമായും അവർ കഴിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവർക്ക് എത്രയും ഉണ്ടാക്കാം. അതിലൊന്നും ഇസ്ലാമിൽ യാതൊരു എതിർപ്പും പറഞ്ഞിട്ടില്ല. നിങ്ങൾ തിന്നുക, കുടിക്കുന്നത്, ഇസ്റാഫ് കാണിക്കരുത്, അമിതമാക്കരുത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിൽ അധികം ഉണ്ടാക്കിയിട്ട് അതെല്ലാം കൂടി വേസ്റ്റാക്കി പുറത്തേക്ക് കളയുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത്. അതിനെ ബാക്കിയുള്ളതിനെല്ലാം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് 2-മത്തെ ദിവസം ഉപയോഗിക്കാതെ ഉസ്താദെ, അതിന് കുഴപ്പമൊന്നുമില്ല. 2-മത്തെ ദിവസം നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റുന്നതാണെങ്കിൽ ചൂടാക്കിയിട്ട് നിങ്ങൾക്ക് വീണ്ടും ഉപയോഗിക്കാം. അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. നാം വെറുതെ ഉണ്ടാക്കി വെച്ച ഭക്ഷണത്തിന്റെ ബാക്കി മുഴുവനും പുറത്തേക്ക് കൊണ്ടുപോയി തട്ടുന്ന ഒരവസ്ഥ, ഇതൊരിക്കലും നമ്മുടെ വീട്ടുകളിൽ സംഭവിച്ചു പോകരുത്. നമ്മുടെ ഭക്ഷണത്തിലുള്ള ബറക്കത്ത് അത് കാരണമായി അല്ലാഹു തആല എടുത്തു കളയും. വളരെയധികം ശ്രദ്ധിക്കേണ്ട കുറച്ചു കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നു മുതൽ എൻ്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ ഉണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട്, ഉണ്ടെങ്കിൽ നിർബന്ധമായും അതിനെ മാറ്റിക്കൊണ്ട് പുതിയ ഒരു അടുക്കളയായി നമ്മുടെ അടുക്കള മാറ്റാൻ വേണ്ടി പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര് ശ്രദ്ധിക്കണം, ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി നിങ്ങളെല്ലാവരിലേക്കും ഈ അറിവ് ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.